വഖഫ് ബോർഡിന്റെ പ്രവർത്തനം മരവിപ്പിച്ച ഹൈക്കോടതി ഉത്തരവിനെ ഇടയാക്കിയത് സംഘപരിവാർ UDF ധാരണ. BJP നേതാവ് ഷോൺ ജോർജിന്റെ ഹർജിയെ സർക്കാർ പരസ്യമായി പിന്തുണയ്ക്കുന്നതാണ് ഹൈക്കോടതിയിൽ കണ്ടത്. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താനുള്ള സംഘപരിവാർ നീക്കത്തെ സർക്കാർ അഭിഭാഷകൻ പിന്തുണച്ചത് ലീഗ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു. കേരള വഖഫ് ബോർഡ് നിയമ ഭേദഗതി പ്രകാരം 2 മുസ്ലിങ്ങളെ വഖഫ് ബോർഡ് അംഗങ്ങളാക്കണം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് BJP നേതാവ് ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത്. 2 മുസ്ലിങ്ങളെ നിയമിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും കോടതി ഇടപെടണമെന്നുമായിരുന്നു ആവശ്യം. ഷോൺ ജോർജിൻ്റെ ആവശ്യത്തെ സംസ്ഥാന സർക്കാർ പരസ്യമായി കോടതിയിൽ പിന്തുണച്ചു. 2 മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താതെയുള്ള നിലവിലെ ബോർഡ് പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ടെന്ന് തന്നെ സംസ്ഥാന സർക്കാർ രേഖാമൂലം കോടതിയെ അറിയിക്കുകയായിരുന്നു. ഷോൺ ജോർജിൻ്റെ വാദങ്ങളെ സർക്കാർ പിന്തുണയ്ക്കുകയാണോ എന്ന കോടതിയുടെ ചോദ്യത്തിന് പിന്തുണയ്ക്കുന്നു എന്നായിരുന്നു അഡ്വക്കേറ്റ് ജനറലിൻ്റെ മറുപടി. തുടർന്നാണ് നിലവിലുള്ള ബോർഡിൻ്റെ പ്രവർത്തനം തടഞ്ഞ് കോടതി ഉത്തരവിട്ടത്. മുസ്ലിം ലീഗ് നോമിനിയും ലീഗ് അഭിഭാഷക സംഘടനാ നേതാവുമായ സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർ PM സനീർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ സംഘപരിവാർ അനുകൂല നിലപാട് ലീഗ് നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് വ്യക്തം. മന്ത്രി N ഷംസുദ്ദീൻ തന്നെ ഇക്കാര്യം സമ്മതിക്കുകയും ചെയ്തു. നിയമാനുസൃതമായി പുനഃസംഘടിപ്പിക്കാൻ നിലവിലെ ഗവൺമെൻറ് ഒരുക്കമാണെന്ന് കോടതിയെ അറിയിച്ചുവെന്നാണ് മന്ത്രിയുടെ ന്യായീകരണം. നിയമാനുസൃതം നോംസ് പ്രകാരം ഈ വഖഫ് ബോർഡിലേക്ക് ഓരോരുത്തരെ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഓരോ കോട്ടയിൽ നിന്നാണ് അതിലേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രകാരമല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ഗവൺമെൻറ് പുനഃസംഘടിപ്പിച്ച വഖഫ് ബോർഡിനെ കുറിച്ചുള്ള ആക്ഷേപം. അപ്പോൾ ഞങ്ങൾ അത് കൃത്യമായി പാലിച്ചുകൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിലിരിക്കുന്ന കാര്യമല്ലേ, പാലിച്ചുകൊണ്ട് പുനഃസംവിധാനം ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് ഗവൺമെൻറ് ഒരുക്കമാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താനുള്ള BJP നേതാവിൻ്റെ നീക്കത്തെ പച്ചയായി പിന്തുണയ്ക്കുകയായിരുന്നു ലീഗ് നേതൃത്വം. വിവാദമായ കേന്ദ്ര വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം നടത്തിയെന്ന് അവകാശപ്പെടുന്ന പാർട്ടിയായ മുസ്ലിം ലീഗ് പുതിയ നിലപാടെങ്ങനെ അണികളോട് വിശദീകരിക്കുമെന്നാണ് അറിയേണ്ടത്. കഴിഞ്ഞ LDF സർക്കാർ നടപ്പാക്കാതെ നീട്ടിക്കൊണ്ടുപോയ കേന്ദ്ര വഖഫ് നിയമ ഭേദഗതിയാണ് UDF ഭരണത്തിൽ നടപ്പാക്കപ്പെടുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.